അന്ന് മീര കാണാതെ ഒരു കത്ത് എനിക്ക് തന്നിട്ടാ വൈക പോയത്. ആ കത്തിലുണ്ടായിരുന്നു വൈക മുടി മുറിക്കാനുള്ള കാരണം. നീ അവനോടിയൊക്കെ അവിടെ കാട്ടിക്കൂട്ടിയത് ഞാൻ ഈ ഫോണിൽ എടുത്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ അച്ഛനെ കാണിക്കാൻ പോണേ. മോള് വഴിതെറ്റി പോണത് അച്ഛനും കൂടി ഒന്ന് അറിയട്ടെ. നീ എന്ത് മനസ്സിലാക്കിയിട്ട് അവൻ ഇഷ്ടപ്പെട്ടെന്ന് പറയണത്? വൈക, ഞാൻ പറയണ നീ ഒന്ന് മനസ്സിലാക്ക്. അവൻ നിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിന്റെ ബാഹ്യമായ പലതും കണ്ടിട്ടായിരിക്കാം. അവൻ നിന്റെ അടുത്തുനിന്ന് കിട്ടാനുള്ളത് കിട്ടിക്കഴിയുമ്പോൾ നിന്നെ ഇട്ടിട്ട് പോകും. വൈക, ദേവനെ ഞാൻ മനസ്സിലാക്കാഞ്ഞിട്ടാണെന്നല്ലേ? ഞാൻ ഈ വീഡിയോ നിന്റെ അച്ഛനെ കാണിക്കും, എന്നിട്ട് ബാക്കി അച്ഛൻ തീരുമാനിക്കട്ടെ. പാവം മനുഷ്യൻ, അവിടെ ഒന്നും അറിയാതെ മോക്ക് വേണ്ടിയുള്ള ഭക്ഷണം ഉണ്ടാക്കണേ. നീ പറയേ, ഇത് ഞാൻ അച്ഛനെ കാണിക്കണോ വേണ്ടേ? ശരി, പക്ഷെ ഞാൻ പറഞ്ഞൊരു കാര്യം നീ അനുസരിച്ചേ പറ്റൂ. എന്തായാലും കാണരുതെന്ന് പറഞ്ഞാൽ നീ കാണുമെന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ ഈ മുടി മുറിക്കണം. വേറൊന്നിനും വേണ്ടിയല്ല, നിന്റെ ഈ ബാഹ്യരൂപം കണ്ടാണ് അവൻ നിന്റെ പുറകെ നടക്കണേന്ന് നിന്നെ മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രം. എന്താ പറ്റൂലല്ലേ? എന്നെ പിന്നെ ഇതിപ്പോ തന്നെ അച്ഛനെ കാണിച്ചേക്ക. അച്ഛനും കൂടി അമ്മയുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് നിന്റെ തോന്നിയാസത്തിന് ജീവിക്കാല. അല്ല, പെട്ടെന്ന് ഒരു ദിവസം മുടി മുറിച്ചു കളഞ്ഞപ്പം വൈകേന്റെ അച്ഛൻ അങ്ങനെ സംശയം തോന്നിയില്ലേ? വൈകയുടെ മുറിച്ച മുടി ഒരു ക്യാൻസർ പേഷ്യന്റിനെ കൊടുത്ത് അത് അച്ഛനൊരു സേവനമായിട്ട് കരുതിയിട്ടുണ്ടാവുള്ളൂ.